അപ്പോൾ ഇവിടെ ഒരു ഇവിടെ ഇത്രയുള്ളൂ. സീസൺ ക്രോസ് ലൈൻ അങ്ങോട്ട് പോകാനുണ്ടോയെന്നറിയില്ല, നോക്കാം. ഓ ഇത് കളിപ്പാട്ടം. അത്യാവശ്യം ഒരു കാറും കയറി പോവും, അത്രേ ഉള്ളൂ. അങ്ങനെ അത്രേ ഉള്ളൂ നോട്ടാ. അതിൻ്റെ വരുള്ളൂ. ശുഭം വീടിൻ്റെ പേര് ശുഭം, അത്രേ ഉള്ളൂ. അങ്ങോട്ടില്ലെന്നോ, ചെറിയ വഴി കാണുന്നുണ്ട്, വീട്ടിലേക്കായിരിക്കും. അല്ല അങ്ങോട്ടല്ല, ഇതൊക്കെ കാട് കയറി പോയി. പഴയ ഓടിട്ട വീടുകളും കാര്യങ്ങളൊക്കെ. റെയിൽവേയുടെ ക്വാർട്ടേഴ്സ് എന്തോ ആയിരുന്നു കേട്ടോ. ഉണ്ടോ, റെയിൽവേയുടെ ക്വാർട്ടേഴ്സ് പോലെ എന്തോ ആയിരുന്നു. അങ്ങനത്തെ അതിൻ്റെ വർക്ക് കണ്ടാൽ അറിയാം. ഇഷ്ടംപോലെ സ്ഥലം. നമ്മളിപ്പോൾ ആ വഴിയാണ് അപ്പുറത്തുനിന്ന് ഇറങ്ങി വന്നത്. റെയിൽവേയുടെ സ്ഥലമാണ്. ഏക്കറാണെങ്കിൽ സ്ഥലമുണ്ട്. ഓ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചാൽ അങ്ങോട്ട് പോകുന്നു. ഓ ശരി. സിറ്റിസൺ ക്രോസ് റോഡ് കഴിഞ്ഞു. അങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്, നമുക്കതിലും പോകുന്നില്ല. നമ്മൾ പോയാലും പച്ചാളം റോട്ടിലോട്ട് വരും. ഇവിടെയൊക്കെ ചെറിയൊരു 7th ക്രോസ് റോഡാണ്. രക്ഷയില്ല, നമ്മൾ പോയിട്ട് കഴിഞ്ഞു. പഴയ ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, സിറ്റി അപ്പാർട്ട്മെൻറ്റ്സ് എന്നാണ് പേര്. പഴയ അപ്പാർട്ട്മെൻറ്റ്, പഴയ സിറ്റിസൺ റോഡ്. ഇതൊക്കെ എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കണ്ടത്. സ്നോയി കൊണ്ട് വിട്ടു. AC നോൺ AC റൂംസൊക്കെ ഉണ്ട്. അറിയില്ല, വീടാണ്, പഴയ വീടാണ്. പഴയ വീടാണ്. പുതിയ കാലത്ത് അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പഴയ കാലത്ത്. അപ്പോൾ നമ്മൾ വീണ്ടും പച്ചാളം റോഡിലേക്ക് പ്രവേശിക്കണം. ഇതൊരു വീട് പിന്നെ പെയിൻ്റ് ചെയ്താണ്. സുനിൽ സി സണ്ണി പെയിൻ്റ് ചെയ്തൊക്കെയാണ്. ഒരു പ്രശ്നങ്ങളോടല്ല. എന്തായാലും അങ്ങോട്ട് കുറച്ച് ദൂരം പോയിട്ട് വരാം. അവിടെ വെയിലാണ്. ഇവിടെ വീടുണ്ടോ, നല്ല രസമുണ്ട്. കമ്പി ജോർജിൻ്റെ വീടാണ്. നേരെ പോവാം. അവിടെ റോഡ് ക്രോസ് ആണെന്നാണ്. ഇതിലെങ്ങനെ പോയാലും ബെനഡിക്റ്റ് ക്രോസ് റോഡുണ്ട്. സെൻറ്റ് ബെനഡിക്റ്റ് ക്രോസ് റോഡ്. നമുക്ക് ഇതിനകത്ത് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കവർ ചെയ്യുന്നെങ്കിൽ ഇവിടെയൊക്കെ ഒരു
90s ഇല്ല പാരമ്പര്യ വീട് എന്ന് പറയുന്ന പോലെ പാരമ്പര്യ വീട് കൊണ്ടിട്ടുണ്ട് റൈറ്റ് സൈഡിൽ. അതായത് വിൻറ്റേജ് ഇവിടെ ഉണ്ട് ലെഫ്റ്റ് സൈഡ് വിൻറ്റേജ് ഹോം. അതെ അവിടെയുണ്ട് വിൻറ്റേജ് ഹോം. നമ്മൾ വിൻറ്റേജ് ഹോം എന്ന് പറയുന്നത് ആ ഒരു പാരമ്പര്യ വീടുകളാണ്, പഴയ അപ്പാർട്ട്മെൻറ്റുമാണ് ഇവിടെ ഉള്ളത്. കൂടുതലും പഴയ അപ്പാർട്ട്മെൻറ്റുകളാണ്. അല്ല വിൻറ്റേജ് ഹോം താറാവ് അവിടെയൊക്കെ വർക്ക് കിടക്കുന്നുണ്ട്. മുകളിലൊക്കെ പുള്ളി പെയിൻറ്റിങ്ങിൻ്റെ പരിപാടിയാണ്. കുറ്റിയൊക്കെ ഇട്ട് സെൻറ്റ് ബെനഡിക്റ്റ് ക്രോസ് റോഡാണ്. ഇവിടെ ടൈല് പുതിയതായിട്ട് ഇട്ടിട്ടുള്ള കേട്ടോ. കുത്തിപ്പൊളിഞ്ഞ റോഡ് വന്നിട്ട് വരുന്നത്. എല്ലാവർക്കും വർക്ക് കിടക്കുന്നുണ്ട് കേട്ടോ. എറണാകുളത്ത് ഇഷ്ടം പോലെ വർക്ക് കിടക്കുന്നുണ്ട്. ഒരു ആംബുലൻസ് കിട്ടുന്നുണ്ട്. നമ്മളെത്തിയത് ഏത് വഴിയിലാണെന്നൊന്നും കിട്ടിയില്ല. അവിടെ ഒരു കമ്പ്യൂട്ടർ പ്രിൻറ്റിങ് ഷോപ്പുണ്ട്, മൾട്ടിമീഡിയ ഗ്ലോറിയ എന്നുണ്ട്. സൈൻ ബോർഡുണ്ട്, ബാനറുണ്ട്, ബാക്ക് ബോക്സ്. ഇങ്ങോട്ട് UV പ്രിൻ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രിൻ്റുകളുണ്ട്. ഇത് സെൻറ്റ് വിൻസെൻ്റ് റോഡ് ലേബൽസ്, സ്റ്റിക്കേഴ്സ്, പോസ്റ്റ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ബിസിനസ് കാർഡ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം സെൻറ്റ് വിൻസെൻ്റ് റോഡ് എറണാകുളം നോർത്ത്. സെൻറ്റ് വിൻസെൻ്റ് റോഡ് എറണാകുളം നോർത്താണ്. സെൻറ്റ് വിൻസെൻ്റ് റോഡ് എറണാകുളം നോർത്ത്. മക്കളെ ചില പിള്ളേർ ബാക്കൊന്നും നോക്കാതെ വരുന്നു. ഇവിടെയൊക്കെ സ്പേസ് ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു എന്താ പറയുക 90 കാലഘട്ടത്തിലെ വീടാണ്. കാണിച്ചു തരാം. അല്ല പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല. ഇപ്പം എന്തോ ബിസിനസ് ആവശ്യത്തിന് കൊടുത്ത്, അല്ല വർക്ക് ചെയ്യില്ല, ആൾ താമസമില്ല. ഇതൊക്കെ അങ്ങനെ ഉണ്ടോ, എല്ലാം എന്തൊക്കെയോ വർക്കും ഇതിനകത്ത് കയറിയിട്ടില്ലേ. ഇവിടെയും ലേഡീസ് ഹോസ്റ്റലാണ്. എറണാകുളത്ത് ഇഷ്ടംപോലെ ലേഡീസ് ഹോസ്റ്റൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആവശ്യത്തിന് വരുമ്പോൾ പിള്ളേരൊക്കെ ഇവിടം വരെ ഉള്ളൂ. ഇനി അങ്ങോട്ടുണ്ടോയെന്നറിയില്ല. കുട്ടികൾ ഫുട്ബോളിലാണ് ഇപ്പോൾ എല്ലാവരും. പിന്നെ കുറച്ച് പിള്ളേർ കാറ്റൊക്കെ അടിച്ച് സൈക്കിളിൽ ഇറങ്ങാൻ റെഡി. ചെറിയ സൈക്കിൾ
നോക്കട്ടെ നോക്കട്ടെ. ആ നമ്മളെ കൊലയൊക്കെ റോഡിലോട്ടാണ് ചാടിയിരിക്കണേ. മഴക്കണ ഇത് എത്ര ഉള്ളേ? ഓ റോഡുണ്ടേ. നമ്മൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് തിരിക്കാം. തിരിച്ചു പോവാം.